ആദ്യം കേട്ട മുദ്രാവാക്യം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫ്രീ മണ്ടേല എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. നാട്ടിൽ അന്ന് സിമിക്കാരാണ് നടത്തിയത്. വാണിമേൽ സിമി വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഇതാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. അവിടെ എല്ലാ ആഴ്ചയും സിമിൻ്റെ എന്തെങ്കിലും പ്രകടനം ഉണ്ടാവും അവിടെ. ഭൂമിയൊതുക്കൽ അങ്ങാടിയിൽ ഫ്രീ ഫ്രീ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഫ്രീ ഫ്രീ മണ്ടേല എന്ന് പറയുന്നൊരു മുദ്രാവാക്യം ആദ്യം കേട്ടോ. അത് നമ്മളെ മുദ്രാവാക്യത്തിൻ്റെ ഓർമ്മകൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നുണ്ട്. ഫ്രീ ഫ്രീ മണ്ടേല. അതേമാതിരി ഓർമ്മയുള്ള ഇതാണ് ഇതൊക്കെ ഭയങ്കര സംഗതിയാണ്. ഈ ഭൂമിയോതുക്കൽ എന്ന് പറയുന്ന ഒരു വിദൂര മലയോര ഗ്രാമമാണ്. ഞാൻ വന്നിട്ടുണ്ട്. ഭൂമിൻ്റെ അവസാനം തന്നെയാണ് അത്. ബാക്കുവിൽ രക്തം ചിന്തിയ ക്രൂര അഭിനവ ഹിറ്റ്ലർ ഗോർബച്ചേവ്. എന്ന് വെച്ചാൽ അസർബൈജാനിൽ ബാക്കുവിൽ ഗോർബച്ചേവ് എന്തോ പോയിട്ട് ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്ത്. അപ്പോൾ അത് ഞാൻ അതേമാതിരി ഓർക്കുന്നൊരു മുദ്രാവാക്യമാണ്. ബാക്കുവിൽ രക്തം ചിന്തിയ ക്രൂര അഭിനവ ഹിറ്റ്ലർ ഗോർബച്ചേവ് കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്തോ കാട്ടുന്നൊക്കെ പറഞ്ഞിട്ട് സിമി ആക്റ്റീവായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ സ്കൂളിലൊക്കെ ഈ കൾച്ചറൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ ചെറുപ്പക്കാരൊക്കെ സിമിയിലായിരിക്കും. അപ്പം അങ്ങനത്തെ ബാലസരണി എന്ന് പറഞ്ഞിട്ട് അവരുടെ ബാലസരണി എന്ന് വെച്ചിട്ട് സിമിയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഘടന ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഭയങ്കര വെച്ചാൽ നാട്ടിൽ ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ഏതെങ്കിലും പരിപാടികളിൽ എൻഗേജ്ഡ് ആയിരിക്കും. എന്തെങ്കിലും പരിപാടികൾ എൻഗേജ്ഡ് ആയിരിക്കും. എപ്പോഴും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അന്ന് ഇപ്പം ഞങ്ങളൊക്കെ നാട്ടിലെ ചെറുപ്പത്തിൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നബിദിനൊക്കെ. അത് ആ ഭാഗത്ത് അങ്ങനെ ഈ ഞങ്ങളുടെ മദ്രസയിൽ നബിദിനം അങ്ങനെ മദ്രസയുടെ പരിപാടി ഇല്ല. ഈ ജോയിന്റ് മദ്രസയിൽ അതില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതില്ല. അവിടെ സാഹിത്യ സമാജം ഉണ്ടാവും. എല്ലാ ആഴ്ചയും സാഹിത്യ സമാജവും പ്രസംഗവും പാട്ടും പരിപാടികളൊക്കെ. പക്ഷേ ഇതില്ല. ശരിയാണ്. അതല്ല, അപ്പം ഞങ്ങളൊക്കെ ഓർമ്മയിൽ ആദ്യത്തെ ഒരു സാധനം അതാണ്. എന്നിട്ട് അപ്പം ഈ സിമിയുടെ ഒരു ബേസ് ദാവൂദിനുണ്ടായിരുന്നോ? നമ്മൾ പറഞ്ഞല്ലോ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇതിൻ്റെ ഈ പരിപാടികൾ ബാലസരണിയുടെ പരിപാടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. വിവേകം ഗ്രേറ്റ് വിവേകം എന്ന് പറഞ്ഞിട്ട് മാസിക അത് കൃത്യമായിട്ട് വരും. അതാരുടേതാ? സിമിയുടെ മുഖപത്രം വിവേകം. ശരി ശരി. വിവേകം മാസിക. അതേപോലെ ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇംഗ്ലീഷ് ഇത് വരും. അത് ആരാണ്? അല്ല, അവരന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ മണ്ടേല, മറ്റേ ഗോർബച്ചേവ്, പോളണ്ട്, ഹംഗറി, അവിടെയൊക്കെ ഇത് കമ്മ്യൂണിസം മ്യൂസിയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ മുസ്ലിം ഇറാൻ ഇറാഖ് വാർ, പാലസ്റ്റൈൻ, ഈ യാസിർ അറഫാത്തിനെതിരെ ഡൽഹിയിൽ പ്രകടനം നടത്തിയ സംഭവം ഉണ്ടല്ലോ.